ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള പീനട്ട് ബട്ടർ ബോൾസ് ആണ്. ഇത് നല്ല ഹെൽത്തി ആണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാൻ. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നല്ല സോഫ്റ്റും ആണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പീനട്ട് ബട്ടർ ബോൾസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇത് ഒരു 6 ടേബിൾ സ്പൂണോളം പീനട്ട് ബട്ടർ ഉണ്ട്, പിന്നെ 3 ടീസ്പൂണോളം കൊക്കോ പൗഡർ ഉണ്ട്. പീനട്ട് ബട്ടർ എടുക്കുമ്പോൾ നിങ്ങൾ അതിൽ ആഡഡ് ഷുഗർ ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം. ഇതിപ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഷുഗർ ഒന്നും ചേർത്തില്ലായിരുന്നു, പകരം ഇച്ചിരി ഹണി ആയിരുന്നു ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഹെൽത്തിയാണ്. ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഷുഗർ ഒന്നും ഇൻഗ്രീഡിയൻസിൽ ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം, എന്നാലേ ഇതൊരു ഹെൽത്തി സ്നാക്ക് ആവുള്ളൂ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നമ്മൾ പീനട്ട് ബട്ടർ ബോൾസ് ഉണ്ടാക്കുമ്പോഴും കുറച്ച് ആഡ് ചെയ്യും, പിന്നെ അവസാനം റോൾ ചെയ്തെടുക്കാനും കുറച്ച് ആവശ്യമുണ്ട്. ഇനി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഈ പീനട്ട് ബട്ടറും കൊക്കോ പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഇച്ചിരി കൂടെ എളുപ്പം. പിന്നെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇനി താല്പര്യം ഉണ്ടെങ്കിൽ നട്ട്സ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പം മധുരം അധികം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് ഹണി ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പൗഡറിന്റെ മിക്സറിലോട്ട് നമുക്ക് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഇട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ മിക്സർ ഇച്ചിരി കൂടെ ഹാർഡ് ആവാനാണ് നമ്മൾ അതിട്ട് കൊടുക്കുന്നത്, നമുക്കൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിന് കിട്ടാൻ വേണ്ടി. മൂന്ന് ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ പീനട്ട് ബട്ടറിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആ ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ അളവ് മാറും. നിങ്ങളപ്പം നോക്കേണ്ടത് നിങ്ങൾക്ക് കയ്യിൽ ഉരുട്ടിയെടുക്കാൻ ആ ഒരു കൺസിസ്റ്റൻസിയിൽ അത്രയും ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കാം. നിങ്ങൾ ഇച്ചിരി ടേസ്റ്റ് നോക്കണം. എൻ്റെ ഇപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്, കാരണം ഞാൻ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയപ്പോൾ ഓൾറെഡി അത്യാവശ്യം ഹണി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഹണിയൊന്നും ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾ ഇച്ചിരിയും കൂടെ ഹണി ആഡ് ചെയ്യണം. അപ്പോൾ ഹണി ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചുട്ടും ചേർക്കാൻ മറക്കരുത്. ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇനി ഈ ബോൾ എടുത്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം റോൾ ചെയ്ത് എടുക്കാം. ഞാനിപ്പോൾ പീനട്ട് ബട്ടറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെയും കോക്കനട്ടിൻ്റെയും ഒക്കെ മിക്സ്ചർ നല്ല ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്ത് അതിൽ മിക്സ് ചെയ്ത് വച്ചേക്കുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 7 എണ്ണമാണ് ഉണ്ടാക്കിയത്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്തി സ്നാക്കായിട്ട് കൊടുക്കാം. കടയിൽ നിന്ന് നിങ്ങൾ ബേക്കറി ഒക്കെ മേടിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഒത്തിരി ഹെൽത്തി ആയിരിക്കും ഇത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസ് ഒക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.